മന്ത്രിക്ക് വീഴ്ചയോ എന്നതാണ് ചോദ്യം. ഈ വിഷയത്തെ രണ്ടായി തന്നെ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്നൊരു സിസ്റ്റമിക് വീഴ്ചയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം 9 വർഷമായുള്ള പിണറായി സർക്കാരിനാണ്. 2021 മുതലുള്ള ആരോഗ്യവകുപ്പ് മന്ത്രിക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അതിലൊരു വീഴ്ച വന്നു എന്നുള്ളതാണ് എൻ്റെ പ്രാഥമിക അഭിപ്രായം. 2, രക്ഷാപ്രവർത്തനത്തെ മാത്രം മുൻനിർത്തിയാൽ അവിടെ വീഴ്ച സംഭവിച്ചത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. അതിലേതെങ്കിലും തരത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയോ VN വാസുവിനെയോ മാത്രം കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഞാൻ രണ്ടാമത്തതിൽ തുടങ്ങാം. രക്ഷാപ്രവർത്തനത്തിലേക്ക് എത്തിയാൽ രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ളതാണ് വാസ്തവം. എന്താണ് രക്ഷാപ്രവർത്തനം വൈകാനുള്ള കാരണം? അപകടം നടക്കുന്നത് 10:35. ഈ വിവരം നമ്മളാണ് ആദ്യം പുറംലോകം അറിയിക്കുന്നത്. 10:58 ആകുമ്പോഴേക്കും നമ്മുടെ ബ്രേക്കിംഗ് ഗ്രൂപ്പിലേക്ക് വാർത്ത വരുന്നു. അത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നു. ഞാനും സ്മൃതിയുമാണ് ആ വാർത്ത വായിക്കുന്നത്. ആ വാർത്ത വന്ന് ഏകദേശം 45 മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ മുന്നിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയും VN വാസുവിനും പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതനുസരിച്ച് അവിടെയുള്ള മുഴുവൻ ആളുകളും നമ്മളടക്കമുള്ളവർ കൊടുത്തുകൊണ്ടിരുന്നത് 2 പേർ മാത്രമാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ്. കാര്യം ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറയുന്നു. ബാക്കിയുള്ള ആരും ആ സമയത്ത് പറയുന്നില്ല. തുടർന്ന് ഏകദേശം ഒരു 11:45 കൂടിയാണ് ജിമ്മിക്ക് ഒരു വോയിസ് വരുന്നതും ജിമ്മിയോട് മാധ്യമപ്രവർത്തകർ സംസാരിക്കുമ്പോഴാണ് ഇനി ഒരാൾ കൂടി ഉണ്ടോ എന്നൊരു സംശയം ബലപ്പെടുന്നത്. അത് ആദ്യം കൊടുക്കുന്നത് നമ്മളാണ്. പക്ഷേ നമുക്ക് ഉറപ്പിച്ച് കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം ആളകത്തില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു തെറ്റായ വാർത്തയാവും. പലപ്പോഴും നമ്മൾ ആ ആവേശം നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് നമ്മൾ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ലഭിച്ച ആധികാരിക രേഖയിൽ നിന്നാണ്, ആധികാരികമായി നമുക്ക് ലഭിച്ച ശബ്ദ സന്ദേശത്തിൽ നിന്നാണ് അവിടെ ബിന്ദു ഇതിനിടയിൽ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ടെന്ന് അപ്പോഴും നമ്മൾ സംശയം എന്ന നിലയിലാണ് കൊടുക്കുന്നത്. ഏകദേശം 12 മണിയോട് അടുപ്പിച്ചു നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരും അതിനിടയിൽ ആൾ പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ. എന്നാൽ അതിനുശേഷം സംഭവിച്ചതാണ് ഏകദേശം 1 മണിക്കൂറോളം പിന്നീട് ഈ JCB വരുന്നതിന് ഒരു സാങ്കേതികമായ തടസ്സമുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വീഴ്ചയുടെ കാര്യത്തിൽ, രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ചയുടെ കാര്യത്തിൽ നമ്മൾ ആരെയാണ് കുറ്റം പറയുക, അതിലാർക്കാണ് വീഴ്ച വന്നത് എന്നാണ് പറയേണ്ടത്. ഞാൻ ബിന്ദുവിൻ്റെ ഭർത്താവ് വിസ്തൃതൻ്റെ ഒരു ബൈറ്റ് ഞാൻ പ്രേക്ഷകരെ അറിയിക്കാം. രക്ഷാപ്രവർത്തനം ടു കോട്ട് വിസ്തൃതൻ, മരിച്ച ബിന്ദുവിൻ്റെ ഭർത്താവ്, രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയ ഒരു ഏരിയ അല്ല. അതിനകത്ത് JCB അടക്കം കൊണ്ടുവരുന്നതിന് പരിമിതിയുണ്ട്. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തിരക്ക് പിടിച്ച സമയവുമായിരുന്നു. ഒരല്പം താമസിച്ചു പോയി അദ്ദേഹം പറഞ്ഞു. അപകടം നടക്കുന്ന സമയത്ത് താൻ ബ്ലഡ് ബാങ്കിലായിരുന്നുവെന്നും കൊച്ചെന്നെ നിലവിളിച്ച് വിളിച്ചപ്പോഴാണ് ഓടി വരുന്നതെന്നുമാണ് വിസ്തൃതൻ പറയുന്നത്. ഇത് മരിച്ചുപോയ ബിന്ദുവിൻ്റെ ഭർത്താവ് വിസ്തൃതൻ പറയുന്നതാണ്. ഇതുകൂടി നമ്മൾ കേൾക്കണം. അപ്പോൾ എന്താ പ്രശ്നം? ഒരു രക്ഷാപ്രവർത്തനം സാധാരണ രീതിയിൽ ഇതേപോലെ JCB കൊണ്ടുവന്ന് നടത്താൻ പറ്റിയൊരു സ്ട്രക്ചറേ ആയിരുന്നില്ല ആ കെട്ടിടത്തിന്. അത് പറഞ്ഞു തന്നെ പോകണം. ആ കെട്ടിടത്തിൻ്റെ അവസ്ഥ എന്താ? കെട്ടിടം ഒരു 4 കെട്ടിൻ്റെ രൂപത്തിലുള്ളൊരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്ത് താഴ്ന്ന നിലയിലാണ് ഒരു റേഡിയോ ഡയഗ്നോസിസിംഗ് പരിശോധനാ മുറിയുണ്ട്. ആ പരിശോധനാ മുറിക്ക് ശേഷം മുകളിലാണ് ബാക്കി 2 വാർഡുകൾ പ്രധാനമായിട്ടും ഉള്ളത്. റേഡിയോ ഡയഗ്നോസിസ് ഡിപ്പാർട്ട്മെൻറ്റ് താഴത്തെ നിലയിൽ, അതിന് തൊട്ട് മുകളിൽ 11ാമത്തെ നില, അതിന് തൊട്ട് മുകളിൽ 14ാമത്തെ വാർഡ്, അതിന് തൊട്ട് മുകളിൽ 10ാമത്തെ വാർഡ്. അപ്പോൾ താഴെ 11, 14, 10. ഇതിൽ 11ാമത്തെയും 14ാമത്തെയും 10ാമത്തെയും വാർഡിൽ രോഗികളുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ 14ാമത്തെയും 11ാമത്തെയും, അതായത് 2ാമത്തെയും 1ാമത്തെയും വാർഡിനോട് ചേർന്നുള്ള ടോയ്ലറ്റ് ബ്ലോക്ക് പൂർണ്ണമായും അടച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെയാണ് ചില സ്റ്റോറിൽ ചില സാധനങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ 3ാമത്തെ നിലയിലുള്ള 10ാമത്തെ വാർഡിൽ ഈ സർജറി നടക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു തിയേറ്ററും കൂടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറുഭാഗത്ത് സർജിക്കൽ തിയേറ്ററാണ്, അതായത് ഓപ്പറേഷൻ കോംപ്ലക്സ് മറുഭാഗത്തുണ്ട്. അതാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ ടോയ്ലറ്റ് ബ്ലോക്കിന് പകരം ആ കെട്ടിടത്തിൻ്റെ ഓപ്പറേഷൻ നടക്കുന്ന ഭാഗമോ, ആ ഓപ്പറേഷന് തൊട്ട് താഴെയുള്ള 16, 13 വാർഡുകൾ, 10, 11, 14 വാർഡുകളുടെ ഏതെങ്കിലും ഭാഗമാണ് വീഴുന്നതെങ്കിലോ വലിയ അപകടം ഉണ്ടാകുമായിരുന്നു. 120 പേരെയാണ് ഒഴിപ്പിച്ചത്. നോക്കൂ, അവിടെയുള്ള കണക്കുകൾ 6 വാർഡുകളാണ് ആ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത്. 360 കിടക്കകൾ ഉണ്ടായിരുന്നു. പല കിടക്കകളിലും രോഗികളുണ്ടെന്നേ. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ആ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലടക്കം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അണുശുചീകരണമുള്ള അല്ലെങ്കിൽ അണുവിമുക്തമായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് എന്ന രീതിയിലാണ് താൽക്കാലിക സംവിധാനത്തിൽ, അതായത് 2016 ശേഷം അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ലെന്ന് പറഞ്ഞിട്ടും അവിടെ ആ ശുചിമുറികൾ വളരെ വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചിരുന്നത്. അതായത് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിലെ ശുചിമുറിയായിരുന്നു അത്. ആ ശുചിമുറി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതാണ് വാസ്തവം. അതാണ് 10ാമത്തെ വാർഡിലുള്ള ശുചിമുറിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ നടുക്കുള്ളതൊരു പാസേജ് മാത്രമാണ്. ആ പാസേജിലേക്ക് വരാൻ ഒരു ഗ്രില്ലുണ്ട്. ആ ഗ്രില്ല് തകർത്താൽ മാത്രമേ ഈ JCB അവിടേക്ക് വരുള്ളൂ. അപ്പോൾ അതുവരെയും 2 പേർ മാത്രമെന്ന് വിശ്വസിക്കുകയും 12 മണിയോട് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് VN വാസുവിന് തീരുമാനം എടുക്കുന്നു. VN വാസുവിൻ പറഞ്ഞത് ശരിയാണെങ്കിൽ JCB പുറത്തുനിന്ന് വിളിക്കുന്നു, JCB വരുന്നു. അപ്പോൾ വീഴ്ച പറ്റിയത് ആർക്കാണ്? ഏതൊരു ദുരന്ത നിവാരണ അതോറിറ്റിയിലെയും ആദ്യത്തെ വീഴ്ച അവിടുത്തെ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ്. ആ ഉദ്യോഗസ്ഥരാണല്ലോ അതിനകത്ത് എക്സ്പേർട്ട്. ഇത് മാറ്റേണ്ടതുണ്ടോ, ആളുകൾ അവിടെ ഉണ്ടോ, ഇനി ആളുകളില്ലെങ്കിൽ പോലും അത്തരമൊരു കെട്ടിടം ഇടിഞ്ഞു വീഴുമ്പോൾ സ്വാഭാവികമായും 10ാമത്തെ വാർഡിലെ ടോയ്ലറ്റ് ബ്ലോക്കാണ് ഇടിഞ്ഞു വീണതെന്ന് ഒറ്റ ലോജിക്ക് മതി.
ദാറ്റ് ഈസ് എ സിംഗിൾ ലോജിക്. ആ സിംഗിൾ ലോജിക്കിലാണ് കാര്യങ്ങൾ അറിയേണ്ടത്. അതാരാണ് പറയേണ്ടത്? അവിടുത്തെ സൂപ്രണ്ടാണ് പറയേണ്ടത്. ഇപ്പോൾ വന്നിരിക്കുന്നു സൂപ്രണ്ടിൻ്റെ പ്രതികരണം. ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ വീഴ്ചയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും സൂപ്രണ്ട് ഏറ്റെടുത്തിരിക്കുന്നു. സൂപ്രണ്ട് മാത്രമല്ല, അവിടുത്തെ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും ഏറ്റെടുക്കണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. കാരണം ഈ വിഷയത്തിൽ ഈ ഡെബ്രിസുകൾ, ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു മനുഷ്യജീവൻ ഉണ്ടോ എന്ന് തിരയേണ്ടതിൻ്റെ സാങ്കേതിക ഉത്തരവാദിത്വം ഈ ഉദ്യോഗസ്ഥനാണ്. ഈ ഉദ്യോഗസ്ഥനാണല്ലോ മന്ത്രിമാർക്ക് ഫീഡ് ചെയ്യുക. മന്ത്രിമാർക്ക് ഈ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന സാങ്കേതികമായതുമാണുള്ളത്. അങ്ങനെയാണ് മന്ത്രിമാർ ആ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിന് മന്ത്രിമാർ എന്ത് ചെയ്തു? അതിനുശേഷം അവിടെയാണൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഒരു പാളിച്ച പറ്റിയത് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചു. അതായത് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കൊടുക്കുന്നത് ആദ്യമേ പറയുകയും അങ്ങനെ ആ ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് തുടർന്ന് ഈ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ മേൽ മെക്കിട്ട് കയറിയും ഇതിനെ നിങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കുന്നു എന്ന ആംഗിളിലേക്ക് ഡിസ്കഷൻ മാറ്റി. അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു പാളിച്ച സംഭവിച്ചത്. അപ്പോൾ ആ അർത്ഥത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വീഴ്ച പ്രാഥമികമായി സംഭവിച്ചിരിക്കുന്നത് അവിടുത്തെ സൂപ്രണ്ടിനും ആ സൂപ്രണ്ടിൻ്റെ നിർദ്ദേശമനുസരിച്ചോ നിർദ്ദേശമനുസരിക്കാതെയോ ഈ JCB അടക്കമുള്ളവ വിളിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ ആദ്യത്തെ 1 മണിക്കൂറിലെത്തിയ അവിടുത്തെ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്കുമാണ്. ഈ വിവരം ഉദ്യോഗസ്ഥരെ തെറ്റായി ധരിപ്പിച്ച, മന്ത്രിമാരെ തെറ്റായി ധരിപ്പിച്ച ഉദ്യോഗസ്ഥരാണ്. അതാണ് മന്ത്രിമാർ നമ്മളോട് ബ്രീഫ് ചെയ്യുക സ്വാഭാവികമായും. അതല്ലാതെ ഒരാൾ ജീവനോട് താഴെ ഉണ്ടെങ്കിൽ ഒരാൾ കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആരോഗ്യ ഉപമന്ത്രിയല്ല, മറ്റാരും അങ്ങനെ കള്ളം പറയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷേ പ്രശ്നം എന്താ? VN വാസവൻ വന്ന് പറഞ്ഞൊരു കാര്യം, ഈ മുകളിലത്തെ 10ാമത്തെ വാർഡിൽ ടോയ്ലറ്റ് ബ്ലോക്ക് ഉപയോഗിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അത് VN വാസവൻ അറിയേണ്ടതായിരുന്നു. കാര്യം ആ VN വാസവൻ്റെ ജില്ലയിലാണ്. കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ഒരു ഇല അല്ലെങ്കിൽ VN വാസവൻ അറിയും. അത്രയും സ്വാധീനശേഷിയുള്ള ഒരു മന്ത്രി കൂടിയാണ്. അപ്പോൾ 10ാമത്തെ വാർഡിലെ ടോയ്ലറ്റ് ബ്ലോക്ക് പ്രവർത്തിച്ചു കൊണ്ടിരുന്നുവെന്നും അതിൽ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകുമായിരുന്നു എന്നുള്ള ഒരു വിവരം സൂപ്രണ്ട് അറിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സൂപ്രണ്ട് അറിയിച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ആ വീഴ്ച നമുക്ക് അവിടെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. ഇനി ഇതൊരു സിസ്റ്റമിക് ഫെയിലിയർ ആണ് എന്ന് പറയാനുള്ള കാരണം അത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉണ്ടെന്നേ. 2012-13 കാലഘട്ടത്തിലാണ് ഈ PWDയുടെ ഒരു എഞ്ചിനീയറുടെ റിപ്പോർട്ട് വരുന്നത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് വരുന്നത്. ആ എഞ്ചിനീയറുടെ റിപ്പോർട്ട് പ്രകാരം ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല. കാരണം അന്ന് ഏകദേശം 59-60 വർഷം പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന്. ആ കെട്ടിടത്തിന് അത്രയും പഴക്കമുണ്ട്. 58 വർഷം പഴക്കമുള്ള കെട്ടിടമാണ്. ആ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല എന്ന റിപ്പോർട്ട് വരുന്നത് 2012-13 ആ ഫിറ്റ്നസ് റിപ്പോർട്ട് വന്നതിന് ശേഷം ഒന്നാം പിണറായി സർക്കാർ 2014 വരുന്നത്. ഇതിപ്പോൾ സൂപ്രണ്ടിൻ്റെ വാക്കുകൾ കോട്ട് ചെയ്താൽ KK ശൈലജ ടീച്ചറും PWD അതോറിറ്റിയും കൂടി ചേർന്ന് 2016 തന്നെ പുതിയ കെട്ടിട നിർമ്മാണത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുന്നു. അതിൻ്റെ ഫിറ്റ്നസിനെ കുറിച്ച് പരിശോധിക്കാൻ തീരുമാനിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഒരു കെട്ടിടത്തിൽ, അതും ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോട്ടയം പോലെ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടത്തിന് ബലക്ഷയമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനെടുത്ത വർഷം എത്രയാണെന്നറിയാമോ? 2016 തുടങ്ങിയ പരിശോധന തീരുന്നത് 2020 അവസാനം റിപ്പോർട്ട് കൊടുക്കുന്നത്. 3 ഏജൻസികൾ പഠിച്ചു. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ അതിനുശേഷം ഒരു സ്ട്രക്ചറൽ ലാബ്. ഈ 3 കേന്ദ്രങ്ങൾ പഠിച്ചിട്ടാണ് ഈ ബിൽഡിങ്ങിന് ഫിറ്റ്നസ് ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ഏത് കാലത്താണ് ജീവിച്ചിരിക്കുന്നത്? 68 വർഷത്തെ കെട്ടിടം. ഇപ്പോൾ 68 വർഷം പഴക്കമായി. ഇപ്പോൾ 68 വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ ഫിറ്റ്നസിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ 4 വർഷമെടുത്തു. ഫിറ്റ്നസ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ഈ കെട്ടിടം റീസ്ട്രക്ചർ ചെയ്യണോ, ഈ കെട്ടിടം ബലപ്പെടുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ 4 വർഷമെടുത്തു. ഞാനിതിൽ ഏറ്റവും ഗൗരവമായ വീഴ്ചയായിട്ട് കണക്കാക്കുന്നത് ഇതാണ്. ഈ ഡിലേ എങ്ങനെ സംഭവിക്കുന്നു? ഈ ഡിലേയുടെ മുന്നിൽ പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടറി ഇല്ലേ? അവിടെ വരുന്ന സാധാരണക്കാരായ മനുഷ്യർ, ഒരു തുണിക്കടയിലെ ജീവനക്കാരിയായവർ, ഒരു നിർമ്മാണ തൊഴിലാളിയാണ് വിസ്തൃതൻ, കുഞ്ഞവിടെ പഠിക്കുന്നതാണ്, ന്യൂറോ സർജറിക്ക് വേണ്ടിയിട്ട് വന്നയാളാണ്. ഒരു മകൻ പഠിക്കുന്നുണ്ട്. ആ ഭർത്താവിൻ്റെ മുന്നിൽ, ആ അച്ഛൻ്റെ മുന്നിൽ നമുക്ക് നോക്കാൻ പോലും വയ്യ. തകർന്നിരിക്കുന്ന മനുഷ്യനാണ്. സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് ബ്ലഡ് ബാങ്കിൽ പോയി തിരിച്ചു വരുമ്പോൾ ഭാര്യ നഷ്ടപ്പെട്ട വാർത്ത അറിയുകയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രയോറിറ്റി ഉണ്ടാവുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. അതാണ് സിസ്റ്റമിക് ഫെയിലിയർ എന്ന് ഞാൻ പറഞ്ഞത്. ആ സിസ്റ്റമിക് ഫെയിലിയർ ഇവിടെയുണ്ട്. ഫിറ്റ്നസ് കൊടുക്കാനുള്ള കാലതാമസം. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, ഇതിൽ സൂപ്രണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. സൂപ്രണ്ട് പറയുന്നു ഇതെല്ലാം ബാക്കി പ്രവർത്തനമെല്ലാം തുടങ്ങി 2021 നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. 2021 നിർമ്മാണ പ്രവർത്തനം. കോവിഡ് കഴിഞ്ഞല്ലോ. കോവിഡ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടന്നത്. 2021 കിഫ്ബി വഴി 577 കോടി രൂപ ചെലവിലാണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നത്. ആ കെട്ടിടം 2022, 23, 24 ആയപ്പോഴേക്കും പണി ഏകദേശം പൂർത്തിയായി. 2025 ജനുവരി ഫെബ്രുവരി ആയപ്പോഴേക്കും അതിൻ്റെ മിക്കവാറുമുള്ള എല്ലാ NOCകളും കിട്ടി. അടുത്ത മാർച്ച് ഏപ്രിൽ ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു. ഇന്ന് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ന് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് 1 മാസം മുമ്പ് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഇതിൻ്റെ NOC അടക്കം കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അവിടുത്തെ ഫയർ ഓഫീസറുമായി സംസാരിച്ചപ്പോൾ പ്രാഥമിക NOC കിട്ടി. അവിടേക്ക് മാറ്റുന്നതിന് മറ്റ് സാങ്കേതിക തടസ്സമില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ളവ മാറ്റുമ്പോൾ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ്, പുതിയ എക്യുപ്മെൻറ്റ്സ് ചിലത് വരുത്തണം. ഇവിടെയാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞ പ്രശ്നം. ആ എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്തിട്ടില്ലായിരുന്നില്ല, പല എക്യുപ്മെൻറ്റ്സും. അവിടേക്ക് സർജറി വാർഡ് മാറ്റുന്നതിനുള്ള തടസ്സം അതായിരുന്നു. ആ തടസ്സമാണ് ഇനിയിപ്പോൾ
മാറ്റേണ്ടത്. അതാണ് 30 എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ജൂലൈ മാസം 30-ാം തീയതിക്ക് മുമ്പ് മുഴുവൻ മാറ്റാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഈ വൈകലിന് ആര് ഉത്തരവാദിത്വം പറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇതൊരു സിസ്റ്റത്തിൻ്റെ വീഴ്ചയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രതികരണത്തെക്കുറിച്ച് പറയാനുള്ളത്. മാധ്യമങ്ങളിൽ മാത്രമല്ല, മുഖ്യമന്ത്രി അവിടെ അവലോകനത്തിലെത്തുന്ന സമയത്ത് കൈരളി എന്ന് പറയുന്ന ചാനലിനെ മാത്രമാണ് ഇവിടേക്ക് കൊണ്ടുപോകുക. അതിൻ്റെ ഏർപ്പാടാ? ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയില്ലേ നമ്മളും അവിടെ ഈ കുപ്പായിട്ട് നിൽക്കുന്നത്? ഏതെങ്കിലും ഒരു മാധ്യമത്തെ മാത്രം കൊണ്ടുപോയി റിപ്പോർട്ട് ചെയ്യിക്കാൻ കൊണ്ടുപോകുക, അതൊന്നും ബാക്കിയുള്ളവർക്ക് പ്രവേശനം നിഷേധിക്കുകയാണ്. അതെന്താണ് ആ സംവിധാനം? എന്താണ് കൈരളിക്ക് മാത്രം ഒരു പ്രിവിലേജ് ഉള്ളത്? അതങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഈ വിവരങ്ങളെല്ലാം പുറം ലോകത്തെ അറിയിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളാണ് എന്ന മട്ടിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്, അതേപോലെ നിങ്ങളിത് പർവ്വതീകരിക്കാൻ വരുന്നു എന്നുള്ളത് ഒക്കെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകളാണ്. ആ വീഴ്ചകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബോധപൂർവം വരുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് അനുഭവ പരിചയത്തിൻ്റെ കുറവ് കൊണ്ടായിരിക്കും സംഭവിക്കുക. അവരെ ഈ വിഷയത്തിൽ ഒരു അനുശോചനം അറിയിക്കുകയും ആ കുടുംബത്തെ പോയി കാണുകയും അവരുടെ നഷ്ടപരിഹാര തുക ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് പ്രഖ്യാപിക്കേണ്ടതാണെന്നാണ് എൻ്റെ പക്ഷം. കാരണം ആ കുടുംബത്തിന് മറ്റൊരു അത്താണിയിൽ ഒരു വലിയ വരുമാനം അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷയത്തിൽ പ്രതിഷേധിക്കാൻ വരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെ, പ്രത്യേകിച്ച് ചാണ്ടിയുമൻ അടക്കമുള്ളവരെ അവിടെ വെച്ച് ഒരു ഡ്രാമ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവുക. എനിക്കൊന്നും അവരുടെ ബന്ധുവാണ് പ്രതികരിക്കാൻ വന്നത്. പ്രതികരിക്കാൻ വരുന്ന ഒരു സാഹചര്യത്തെ അതിനെ തടസ്സപ്പെടുത്തേണ്ട സാഹചര്യമില്ല. ഈ വിഷയങ്ങൾ വളരെ വൈകാരികമാണ് എന്നത് കൂടി തിരിച്ചറിയുക. പ്രത്യേകിച്ച് ഹാരിസ് ചിറക്കൽ എൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വാർത്തകൾ സജീവമായി നിൽക്കുമ്പോൾ വളരെ കരുതലോടുകൂടി പ്രതികരിക്കേണ്ടതിന് പകരം മാധ്യമങ്ങളുടെ മേൽ മക്കിട്ട് കയറാൻ വരുന്നത് അത്ര ശരിയായ ഒരു രീതിയല്ല. ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അർത്ഥത്തിൽ ഒരു സിസ്റ്റമിക് ഫെയിലിയർ ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ മന്ത്രിമാരുടെ ഇടപെടലിൽ കുറച്ചുകൂടി പാകതയാകാമായിരുന്നു എന്നതാണ് എൻ്റെ ടേക്ക്. എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു. ഇനി നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ കേരളത്തിലുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ എത്ര എണ്ണം ഇങ്ങനെ പഴകിദ്രവിച്ച് വീഴാതായി നിൽക്കുന്നു? അത് വർഷങ്ങൾ പഴക്കമുണ്ടോ നിങ്ങളുടെ ഫിറ്റ്നസ് റിപ്പോർട്ടിന്? അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുക. അതല്ലെങ്കിൽ ഈ സർക്കാർ ഇറങ്ങി പോകുമ്പോഴേക്കും 1-2 കെട്ടിടങ്ങൾ കൂടി തകരാനുള്ള ശേഷി നമുക്കില്ല എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇടുക്കിയിലെ മെഡിക്കൽ കോളേജിന് ഇന്ന് നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്തയാണ്. ഇതുവരെയും ഫയർ NOC കിട്ടിയിട്ടില്ല. ഫയർ NOCക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. ഫയർ NOCക്ക് ഇടുക്കിയിലെ മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാണ്. ഇതുവരെയും ഈ നിമിഷം വരെയും അത് കിട്ടിയിട്ടില്ല. 3 വർഷമായി എന്നത് ഓർമ്മിക്കണം. എന്തുകൊണ്ടാണ് ഇടുക്കി മെഡിക്കൽ കോളേജിന് ഒരു ഫയർ എഞ്ചിൻ അവിടെ കയറി വരാൻ പറ്റത്തില്ല? രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യം നമ്മൾ പറയുമല്ലോ. ഇടുക്കി മെഡിക്കൽ കോളേജിൽ തീ പിടിച്ചാൽ അവിടെ കിടക്കുന്ന മനുഷ്യർ വെന്തുരുകി പോവുകയുള്ളൂ. അവിടെ ഫയർ എഞ്ചിൻ വരാത്ത സാഹചര്യമാണ്. അപ്പോൾ ഈ വീഴ്ചയ്ക്കൊക്കെ ഉത്തരവാദി ആരാണ് എന്നുള്ളത് ആലോചിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് വീഴ്ചയുണ്ട്, അത് സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണ്. മന്ത്രിമാരുടെ ഭാഗത്ത് ഈ പ്രതികരണത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പക്ഷം. Meet the editors.